എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇഷ്ടമുള്ള ഒരു ജോലി ചെയ്യുക എന്ന് പറയുന്നത് ജീവിതത്തിലെ ഒരു വലിയ ഭാഗ്യമാണ്, അല്ലേ? ഒരുപാട് സന്തോഷം നമുക്കതിലൂടെ കിട്ടുന്നുണ്ട്. നമുക്കത് ആസ്വദിച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ആ മേഖലയിൽ ഗ്രോത്ത് ഉണ്ടാക്കാൻ പറ്റും. കാരണം ഇഷ്ടമുള്ള ഒരു ജോലി വളരെ സന്തോഷത്തോടു കൂടി ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് അതിൽ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ആയിരിക്കാം പല ആളുകളും അല്ലെങ്കിൽ സമൂഹത്തിലെ ഭൂരിഭാഗം ആളുകളും പറയുന്നത്, ജീവിതത്തിൽ നമുക്ക് എന്താണോ നമ്മുടെ പാഷൻ അത് തിരിച്ചറിഞ്ഞിട്ട് അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കണമെന്ന്, അല്ലേ? ശരിയാണ്. നമ്മുടെ പാഷൻ നമുക്ക് കണ്ടെത്താൻ പറ്റണം. അത് കണ്ടെത്തിയിട്ട് ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ പറ്റണം. അപ്പോഴൊക്കെയാണ് ജീവിതത്തിന് ഒരു ഭംഗിയും സൗന്ദര്യവും നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ ഉണ്ടാവുന്നത്. എന്നാൽ പലപ്പോഴും നമ്മുടെ ഈ ഒരു പാഷൻ കണ്ടെത്താൻ പറ്റാറില്ല എന്നുള്ളത് ഒരു വലിയ വസ്തുതയാണ്. നമുക്കറിയില്ല ശരിക്കും പറഞ്ഞാൽ എന്താണ് പാഷൻ എന്ന്, അല്ലേ? ആളുകൾ പറയുന്നുണ്ട് ഈ പാഷൻ 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 എന്ന് പറയുന്നുണ്ട്. പക്ഷെ എന്താണ് ശരിക്കും പാഷൻ എന്നതിനെക്കുറിച്ച് പലപ്പോഴും നമുക്ക് ഒരു ക്ലാരിറ്റി ഇല്ല എന്നുള്ളതാണ്. മടുപ്പില്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെല്ലാം നമ്മുടെ പാഷൻ്റെ ഭാഗമാണ് എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കരുത്. അതുപോലെ നമ്മളെ സന്തോഷിപ്പിക്കുന്നതെല്ലാം നമ്മുടെ പാഷനാണെന്ന് നമ്മൾ ചിന്തിക്കുകയും വരുന്നത്. അവിടെയാണ് പലപ്പോഴും നമുക്ക് നമ്മുടെ പാഷനെ മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നതും. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ നന്നായിട്ട് എഴുതുന്ന ആളുകളുണ്ട്, ഒരുപാട് ആളുകൾ എഴുതാറുണ്ട്, അല്ലേ? പല പല കാര്യങ്ങൾ, ആർട്ടിക്കിൾ, കവിത, കഥകൾ, അങ്ങനെ പലതും എഴുതാറുണ്ട്. ശരിക്കും അത് അവരുടെ പാഷനാണ് എന്ന രീതിയിൽ തെറ്റിദ്ധരിച്ചിട്ടാണ് അവർ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ അതൊരു പാഷനല്ല. അതെന്താണ്? അത് ശരിക്കും പറഞ്ഞാൽ ഒരു ഹോബിയാണ്. ഇവിടെയാണ് പലപ്പോഴും നമ്മളാകെ കൺഫ്യൂസ്ഡ് ആകുന്നത്, അല്ലേ? ഒരേ കാര്യത്തിൽ തന്നെ പാഷനും ഉണ്ട്, ഹോബിയും ഉണ്ട്. എനിക്കുള്ളത് പാഷനാണോ ഹോബിയാണോ എന്ന് പലപ്പോഴും കൺഫ്യൂസ്ഡ് ആകുന്നത് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ്. പല ആളുകളെ സംബന്ധിച്ചും ഇതൊരു ഹോബി മാത്രമാണ്, പാഷനല്ല. പാഷൻ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് പുതിയ പുതിയ അറിവുകൾ നേടാനും കണ്ടെത്താനും കണ്ടുപിടിക്കുവാനും മനസ്സിലാക്കുവാനുമൊക്കെ നമ്മുടെ മനസ്സ് നമ്മളെ നിരന്തരമായി പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ അവിടെയാണ് പാഷൻ വർക്കാവുന്നത്. അതായത് നിങ്ങളിപ്പോൾ എഴുതാറുണ്ട്, എന്നാൽ പുതിയ പുതിയ കാര്യങ്ങൾ എഴുതണം, എനിക്ക് ഒരു പുസ്തകം ഇറക്കണം, അതിലൂടെ എനിക്ക് സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങൾ, ജീവിതത്തിൽ ഉയർച്ചകൾ, വളർച്ചകൾ ഒക്കെ ഉണ്ടാകണമെന്ന് നിങ്ങളുടെ മനസ്സ് നിങ്ങളെ നിരന്തരമായി പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ അതാണ് നിങ്ങളുടെ പാഷൻ. ഇവിടെ ഞാനൊരു വാക്ക് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്, സാമ്പത്തികമായിട്ടുള്ള വളർച്ച. തീർച്ചയായിട്ടും ഒരു പാഷൻ നമ്മുടെ ജീവിതത്തോടൊട്ടി നിന്ന് കടന്നു പോകണമെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാവണം എന്നുള്ളതാണ്. സാമ്പത്തികമായി നേട്ടങ്ങൾ ഉണ്ടാകാതെ ഒരു പാഷനും ജീവിതത്തിൽ നിലനിൽക്കുകയില്ല. കാരണം ഒരു പാഷന്റെ പിന്നാലെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ നിലനിൽപ്പ് കൂടി സാധ്യമാക്കുന്നുണ്ടെങ്കിൽ മാത്രമേ അത് നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കുകയുള്ളൂ. അല്ലാതെ ഇപ്പോൾ ഒരു രാഷ്ട്രീയക്കാരൻ പൊളിറ്റിക്സിൽ ഇറങ്ങി പൊളിറ്റിക്സ് വല്ലാതെ ഭ്രാന്തമായിട്ടുള്ള ഒരു വികാരമായിട്ട് കൊണ്ടു നടക്കുന്ന ഒരാളായിരിക്കാം. നിങ്ങൾക്കതിൽ സാമ്പത്തികമായ നേട്ടങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലായിട്ട് ഒരു സമയമാകുമ്പോൾ അതിനോട് മടുപ്പ് തോന്നുമെന്നുള്ളതാണ്. അപ്പോൾ ഒരു സംശയം ഉണ്ടാകും, നമ്മുടെ നാട്ടിലുള്ള രാഷ്ട്രീയ പ്രവർത്തകരൊക്കെ എന്തെങ്കിലും സാമ്പത്തിക നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, അവർക്ക് എന്തെങ്കിലും ഒരു ഗുണം സാമ്പത്തികമായിട്ടും മറ്റു തരത്തിലുമൊക്കെ എന്തെങ്കിലും ഒരു ഗുണം അതിൽ നിന്നുണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് അവർ അതിൽ കടിച്ചു തൂങ്ങി നിൽക്കുന്നത്. അല്ലെങ്കിൽ ആ രാഷ്ട്രീയം വിട്ടിട്ട് അവർ വേറെ എന്തെങ്കിലും പണിക്ക് പോകും. അതല്ലെങ്കിൽ ആ രാഷ്ട്രീയ പാർട്ടി അവർക്ക് എന്തെങ്കിലും ഒരു പണി കൊടുക്കണം എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ പറഞ്ഞ സോഷ്യൽ മീഡിയയിൽ എഴുതുന്നു എന്ന് പറയുന്നില്ലേ, അത് ഹോബിയായും പാഷനായും മാറുന്നത് എപ്പോഴാണ്? നിങ്ങൾക്കൊരു ടൈം പാസ് പോലെ, നിങ്ങളുടെ ബോറടിച്ച് നിൽക്കുന്ന സമയത്ത് നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ എന്താണോ അതാണ് നിങ്ങളുടെ ഹോബി എന്ന് പറയുന്നത്. അതുമാത്രമാണ് പലർക്കും സോഷ്യൽ മീഡിയയിലൂടെ ഈ എഴുത്തുകുത്തുകൾ എന്ന് പറയുന്നത്. അതിലപ്പുറം എനിക്കൊരു പുസ്തകം ഇറക്കണമെന്നും അതിൻ്റെ റോയൽറ്റി എനിക്ക് കിട്ടണമെന്നും സാമ്പത്തികമായ വളർച്ചകൾ ഉണ്ടാക്കണമെന്നും എനിക്ക് മറ്റുള്ളവരുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ശക്തമായിട്ടുള്ളൊരു സ്വാധീനമാകണമെന്നും അതിന് പുതിയതായി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്നും അറിയണമെന്നും കണ്ടുപിടിക്കണമെന്നും ഒക്കെ ഒരാൾ ചിന്തിക്കുമ്പോഴാണ് എഴുത്ത്
എന്ന് പറയുന്ന ഒരു കാര്യം അയാളുടെ പാഷനായിട്ട് അയാളിലുണ്ട് എന്ന് സ്വയം തിരിച്ചറിയാനാവുക. നമ്മുടെ വീട്ടിൽ പാചകം ചെയ്യാറില്ലേ? അടുക്കളയിൽ കയറിയിട്ട് നല്ല പാചകം ഉണ്ടാക്കുന്നതല്ലേ? അമ്മമാരൊക്കെ നല്ല ഫുഡൊക്കെ ഉണ്ടാക്കും എന്ന് കരുതി പാചകം ചെയ്യുന്നതിനോട് പാഷൻ അവർക്കുണ്ട് എന്നുള്ളതാണോ? ഒരിക്കലുമല്ല. നല്ല ഇപ്പം ഞാൻ കിച്ചണിൽ കയറാറുണ്ട്, നല്ല വെറൈറ്റി എന്തെങ്കിലുമൊക്കെ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ട്. അതെന്നെ സംബന്ധിച്ച് എൻ്റെ പാഷനൊന്നുമല്ല, ഹോബിയാണ്. ഇപ്പം എൻ്റെ മോൻ എന്തെങ്കിലും കളിപ്പാട്ടങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അതൊക്കെ തല്ലി പൊളിക്കുന്നു, അല്ലെങ്കിൽ അതൊക്കെ എന്തെങ്കിലും തുറന്ന് പണിയെടുക്കുന്നു. 3 വയസ്സേ ഉള്ളവൻ. അതിൻ്റെ പരിപാടികളൊക്കെ കുറച്ച് ദിവസത്തിനുള്ളിൽ തീരുമാനമാക്കും എന്ന് കരുതി അവന് മെക്കാനിക്കൽ നോളജ് ഉണ്ട്, അല്ലെങ്കിൽ അതിനോട് വലിയ താല്പര്യമുണ്ട്, പാഷനുണ്ട് എന്നാണ്? ഒരിക്കലുമല്ല. അതൊക്കെ ആ പ്രായത്തിൻ്റെ ഒരു ഹോബി മാത്രമാണ്. അപ്പോൾ ജീവിതത്തിൽ നമ്മൾ തിരിച്ചറിയേണ്ടത് ഹോബിയെയും പാഷനെയും നമ്മൾ തൊട്ടറിയണമെന്നുള്ളതാണ്. ഇപ്പോൾ നമ്മുടെ അടുത്ത് ഒരു പുഴയുണ്ട്. ആ പുഴയിൽ നമ്മൾ മീൻ പിടിക്കാൻ പോകുന്നു, സമയം കിട്ടുമ്പോഴൊക്കെ, അല്ലെങ്കിൽ ഫ്രീ ടൈമിന്, അല്ലെങ്കിൽ ബോറടിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ അതൊരു പാഷനല്ല, അതൊരു ഹോബിയാണ്. അപ്പോൾ ഇത് നമ്മൾ കൃത്യമായിട്ട് തിരിച്ചറിയേണ്ടതുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടു നടക്കുന്ന നമ്മുടെ ഇഷ്ടങ്ങൾ നമ്മുടെ പാഷനാണോ ഹോബിയാണോ എന്ന് കൃത്യമായി മനസ്സിലാക്കിയാൽ മാത്രമേ അത് നമ്മുടെ ജീവിതത്തിൽ കൃത്യമായ രീതിയിൽ അപ്ലൈ ചെയ്യാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഇനി അതല്ല, ഇപ്പോൾ പാചകം ചെയ്യുന്ന കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല പാചകം ചെയ്യുന്നു, ആ പാചകത്തിൽ വ്യത്യസ്തമായിട്ടുള്ള വെറൈറ്റികൾ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നു, എനിക്ക് വലിയ ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ എനിക്ക് കുക്കാവണം, അല്ലെങ്കിൽ ആ രീതിയിൽ എനിക്ക് വളരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും കുക്കിങ്ങുമായി ബന്ധപ്പെട്ടിട്ട് അയാളുടെ ജീവിതത്തിൽ ഒരു പാഷൻ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ പാഷൻ എന്ന് പറയുന്നത് ഒരു മനുഷ്യ ജീവിതത്തിൻ്റെ വളർച്ചയെ സഹായിക്കുന്ന ഒന്നാകുകൂടി ചെയ്യുമ്പോഴാണ് അതിന് നിലനിൽപ്പുണ്ടാവുന്നുള്ളൂ. അതൊരു പാഷൻ എന്ന രീതിയിൽ നമുക്ക് പറയാനാവുന്നുള്ളൂ എന്നുള്ളതാണ്. അതാണ് പറഞ്ഞത്, സാമ്പത്തികമായിട്ട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയാതെ ഒരു പാഷനും നിലനിൽക്കുകയില്ല. ഇപ്പോൾ സ്പോർട്സിൽ താല്പര്യമുള്ള, ഇപ്പോൾ ഫുട്ബോളിനോട് താല്പര്യമുള്ള ഒരാൾ, ക്രിക്കറ്റിനോട് താല്പര്യമുള്ള ഒരാൾ, അത് വല്ലാതെ ഭ്രാന്തമായി കൊണ്ടു നടക്കുന്നൊക്കെ ഉണ്ടായിരിക്കും, അത് നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷെ ആ പാഷൻ നിലനിൽക്കണമെങ്കിൽ ആ മേഖലയുമായി ബന്ധപ്പെട്ട് അയാൾക്ക് ഉയർച്ചകൾ ഉണ്ടാവണം, അല്ലേ? ഒരു രാജ്യത്തിന് വേണ്ടി, അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തിന് വേണ്ടി, അറ്റ്ലീസ്റ്റ് നമ്മുടെ നാട്ടിലുള്ള ഏതെങ്കിലും മികച്ച ഒരു ക്ലബിന് വേണ്ടിയെങ്കിലും അയാൾക്ക് കളിക്കാൻ പറ്റണം. അതിലൂടെ സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങളൊക്കെ അയാൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റണം. അപ്പോൾ മാത്രമേ അത് പാഷൻ എന്ന രീതിയിൽ നമ്മുടെ ജീവിതത്തോട് ചേർന്ന് നിൽക്കുകയുള്ളൂ. അപ്പോൾ മാത്രമേ നമ്മളതിനെ ചേർത്ത് പിടിക്കാനും പാടുള്ളൂ എന്നുള്ളതാണ്. ഇപ്പം മൊബൈലിൽ ഗെയിം കളിക്കുന്നു, അതൊരു പാഷനാണോ? സമയം കിട്ടുമ്പോഴൊക്കെ, വെറുതെ ഇരിക്കുമ്പോഴൊക്കെ നമ്മളിങ്ങനെ തൊട്ട് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്, ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനെ നമുക്ക് പാഷൻ എന്ന് പറയാൻ പറ്റുമോ? അല്ല, അതൊരു ഹോബിയാണ്. അപ്പോൾ ജീവിതത്തിൽ നമ്മൾ തിരിച്ചറിയേണ്ട വേറൊരു കാര്യം കൂടിയുണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ സമയത്തെ കൊന്നു തള്ളുന്ന ഹോബികളെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ അകറ്റി നിർത്താൻ നമ്മൾ ശീലിക്കേണ്ടതുണ്ട്. ഹോബി എന്ന് പറയുന്നത് നമുക്ക് സന്തോഷം നൽകുന്നതാണെങ്കിൽ പോലും അത് നമ്മുടെ ജീവിതത്തിൻ്റെ വിലപ്പെട്ട സമയങ്ങളെ കാർന്ന് തിന്നുന്നുണ്ടെങ്കിൽ ആവശ്യമില്ലാത്ത ഹോബികൾ നമ്മൾ ജീവിതത്തിൽ കൊണ്ടു നടക്കരുത്. ഹോബികൾ എന്ന് പറഞ്ഞാൽ അതിന് നിയന്ത്രണം ഉണ്ടായിരിക്കണമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാതെ ഒരു ഹോബി ഭ്രാന്തമായിട്ട് നമ്മളെ സ്വാധീനിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തെ അത് നശിപ്പിച്ചു കളയുമെന്ന ഒരു സത്യവും നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങളോട് പറയാനുള്ളത്, പാഷൻ കണ്ടെത്തുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിലൂടെ ജീവിതത്തിൽ സക്സസ് ആവുക, സാമ്പത്തികമായിട്ടുള്ള വിജയങ്ങൾ ഉണ്ടാക്കുക, ജീവിതത്തിൽ ഗ്രോത്ത് ഉണ്ടാക്കുക, തനിക്ക് എന്തെങ്കിലും സമൂഹത്തിന് വേണ്ടി ചെയ്യാൻ കഴിയുന്ന ഒരു മേഖലയാക്കി അതിനെ മാറ്റുക. ഇതൊക്കെ നല്ല കാര്യമാണ്. അതിലൂടെ ഒരു മനുഷ്യന് അവൻ്റെ ജീവിതത്തെ ആസ്വദിക്കുവാനും സന്തോഷിക്കുവാനും ഒക്കെ സാധിക്കുന്നുണ്ട്. പക്ഷേ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, നിങ്ങളൊരു പാഷൻ തിരഞ്ഞെടുക്കുമ്പോൾ അതിൽ സാമ്പത്തികമായിട്ട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു എലമെന്റ് ഉണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. സാമ്പത്തികമായി നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയാത്ത ഒരു പാഷനാണ് നിങ്ങളോടൊപ്പം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അത് മുന്നോട്ട് കൊണ്ടുപോകരുത്. ഇപ്പോൾ ചെറിയൊരു ഉദാഹരണം പറഞ്ഞാൽ, സ്പോർട്സിൽ ഫുട്ബോളിനോട് അല്ലെങ്കിൽ ക്രിക്കറ്റിനോട് വലിയ താല്പര്യമുള്ള ഒരാൾ ഒരു 10-25 വർഷങ്ങൾക്ക് ശേഷവും അയാളുടെ പാഷനെ മുറുകെ പിടിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഈ 25 വയസ്സായി, അല്ലെങ്കിൽ 28 വയസ്സായി, അല്ലെങ്കിൽ 30 വയസ്സായി അയാൾക്ക് ആ മേഖലയിൽ ഒന്നും ആകാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അതൊരു പാഷൻ എന്ന രീതിയിൽ അയാൾക്കൊരിക്കലും പിന്നീട് ഇത് കൊണ്ടുപോകാൻ പറ്റില്ല. പിന്നീട് അയാൾക്കൊരു ഹോബിയായിട്ട് കൊണ്ടുനടക്കാം. നമ്മുടെ നാട്ടിലുള്ള ക്ലബിലൊക്കെ വൈകുന്നേരങ്ങളിലൊക്കെ പോയിട്ട് കളിക്കാമെന്നല്ലാതെ. കാരണം സാമ്പത്തികമായിട്ട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയാത്ത ഒരു പാഷനും ജീവിതത്തിൽ നിലനിൽക്കുകയില്ല. പല ആളുകളും പറയുന്നത് കേട്ടതുകൊണ്ടും പല ആളുകളും അങ്ങനെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു എന്നുള്ളത് കൊണ്ടുമാണ് ഈ വിഷയം എടുത്തത്. അതായത് നമുക്കൊന്നും കിട്ടിയില്ലെങ്കിലും
നമ്മളെ സന്തോഷിപ്പിക്കുന്ന രീതിയിൽ നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് പാഷൻ എന്ന് പറയുന്ന ഒരു തിയറി പല ആളുകളും പറഞ്ഞു നടക്കുന്നത് തെറ്റാണ്. അങ്ങനെയുള്ള ഒരു പാഷൻ നിങ്ങൾ ഒരിക്കലും ജീവിതത്തിൽ കൊണ്ടു നടക്കരുത്. അവനവൻ്റെ ജീവിതം സ്വയം നശിക്കുകയല്ലാതെ മറ്റൊന്നും അതിൽ നിന്ന് നമുക്ക് നേടാനാവുകയില്ല. ഇന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ നിലനിൽപ്പ് സാധ്യമാകുന്നത് സാമ്പത്തികമായിട്ടുള്ള വളർച്ചകളിലൂടെയാണ്. സാമ്പത്തികമായ വളർച്ച നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നില്ലെങ്കിൽ പിന്നെന്തിനാണ് ആ പണിയെടുക്കുന്നത്? അവനവൻ്റെ പാഷനുമായിട്ട് മുന്നോട്ട് പോകുന്നു, അതിൽ സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങളൊന്നുമില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലായിട്ട് അതൊരു ബാധ്യതയായി മാറും, ജീവിതത്തിൻ്റെ വലിയ തകർച്ചയായിട്ട് മാറും, ജീവിതം കൈവിട്ടു പോകുമെന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ഫോട്ടോഗ്രാഫി എന്ന് പറയുന്ന രണ്ട് രീതിയിൽ നമുക്ക് ഉപയോഗപ്പെടുത്താം. അതൊരു ഹോബിയായിട്ടും ഒരു പാഷനായിട്ടും. പാഷൻ ആകുന്നത് എപ്പോഴാണ്? ഫോട്ടോഗ്രാഫിയെക്കുറിച്ച് കൂടുതൽ അറിയാനും പഠിക്കുവാനും അതുപോലെ തന്നെ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ അതിൽ നടത്തുവാനും അതിലൂടെ ലോകത്തിന് മുന്നിൽ തൻ്റെ കഴിവുകളെ പ്രകടിപ്പിച്ചുകൊണ്ട് സാമ്പത്തികമായിട്ടുള്ളൊരു വളർച്ച അയാൾക്കുണ്ടാക്കാനും കഴിയുമ്പോൾ മാത്രമേ അയാളിലുള്ള ആ ഒരു ഫോട്ടോഗ്രാഫർ ശക്തമായിട്ട് അയാളുടെ ജീവിതത്തിൽ നിലനിൽക്കുകയുള്ളൂ. അല്ലെങ്കിൽ അത് ഒരു ഹോബിയായിട്ട് മാത്രം അത് കൺവേർട്ട് ചെയ്യും. ഹോബി എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ഭ്രാന്തമായ വികാരമായിട്ട് കൊണ്ടു നടക്കേണ്ട ഒന്നല്ല, മറിച്ച് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ബോറടിക്കുന്ന നിമിഷങ്ങളെ നിറമുള്ളതാക്കാൻ മാത്രമാണ് നമ്മുടെ ജീവിതത്തിലെ ഹോബികളെ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത്. അതല്ലെങ്കിൽ ആ ഹോബികളും നമ്മുടെ ജീവിതത്തിൻ്റെ മോശമായിട്ടുള്ള അവസ്ഥകൾ സമ്മാനിക്കുമെന്ന് തിരിച്ചറിയുക. നിങ്ങളുടെ പാഷൻ എന്താണെന്ന് കൃത്യമായി കണ്ടെത്താൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. അത് ജീവിതത്തിൻ്റെ ഒരു വലിയ വരുമാന മാർഗമാക്കിയിട്ടും ജീവിതത്തിൻ്റെ ഒരു വലിയ വളർച്ചയാക്കിയിട്ട് മാറ്റാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. മറ്റൊരു പുതിയ വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി നന്ദി.